വിജയ് സാർ നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ നമസ്കാരം. കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് ആണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ വേറൊരു മദർ പോർട്ട് ഇല്ല എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നു. മൂന്നാമത്തെ കാര്യം, ഏഷ്യയിലെ തന്നെ ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ട് ആവാനുള്ള കപ്പാസിറ്റി വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ഒരു MP പറഞ്ഞിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തിനെ ബാഴ്സലോണ ആക്കും എന്ന് പറഞ്ഞിരുന്നു, ശശി തരൂർ. ബാഴ്സലോണ എന്ന് അതെ, ആക്കിയില്ലെങ്കിലും വേണ്ട, ഒരു സിംഗപ്പൂർ എങ്കിലും വിഴിഞ്ഞം തുറമുഖം വന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരത്തിനാകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു സാധ്യത യഥാവിധി നമ്മുടെ സംസ്ഥാനം ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉം, തലവര ശരിക്കും വിഴിഞ്ഞത്തിന് മാറ്റാൻ കഴിയും. പക്ഷെ ഇപ്പോഴും ഉം, കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഉം, അദാനി ഉണ്ടായത് കൊണ്ടാണ് ഈ പോർട്ട് ഇത്രയെങ്കിലും ഇപ്പോഴെങ്കിലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അദാനിക്ക് പോലും 2019 പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ പോർട്ട് 2023-24 ആകേണ്ടി വന്നു. ഇനിയും അതിന്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഉണ്ട്. ശരിക്കും ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറ് പ്രകാരം 40 വർഷം ആണല്ലോ അവർക്ക് ഇതിന്റെ ലീസിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 40 ഉം. വർഷത്തിൽ 30 വർഷത്തിനുള്ളിൽ അതിന്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും പൂർത്തിയാക്കിയാൽ മാത്രം അവർക്ക് 60 വർഷത്തേക്ക് ഈ എഗ്രിമെന്റ് നീട്ടി കിട്ടും. അങ്ങനെയാണ് ആദ്യത്തെ കരാർ ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ഒരു പക്ഷെ ഇപ്പം ജനങ്ങളുടെ, ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്, അതായത് കേരളത്തിലെ ജനങ്ങളോട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്, ഇതിന്റെ 40 വർഷത്തേക്കുള്ള കരാർ അദാനിക്കാണ് പോകുന്നത്. ഇതെന്തൊരു അനീതിയാണ്. കാരണം വിഴിഞ്ഞം തുറമുഖം വന്ന ശേഷം അതിന്റെ ലാഭവിഹിതവും കാര്യങ്ങളും എല്ലാം കിട്ടേണ്ടത് സർക്കാരിനല്ലേ, നമ്മുടെ കേരളത്തിലെ സർക്കാരിനല്ലേ. പക്ഷെ ഇത് കിട്ടുന്നത് മുഴുവൻ അദാനിക്കാണ്. ആദ്യത്തെ 40 വർഷം വേണമെങ്കിൽ 20 വർഷം കൂടെ നീട്ടിയത് 60 വർഷമാക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പൈസ ചെലവഴിച്ചിരിക്കുന്നത് കേരള സർക്കാരാണ്. ഇത് അനീതിയല്ലേ? അതിന് വേറെ കഥയുണ്ട്. മലയാളിക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു കഥ പറഞ്ഞുതരാം. അപ്പൊ നമ്മളൊരു ഒരു ഉം, ഒരു ഒരു കുപ്പി അടിക്കണമെന്ന് കുറച്ചുപേർ തീരുമാനിക്കുന്നു. സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് ഷെയർ ഇട്ടൊരു കുപ്പി എടുക്കുന്നു. ഉം, മനസ്സിലായില്ലേ? പൈസ ഉം. കൊടുക്കില്ല. പക്ഷെ എനിക്ക് ഷെയർ ഉണ്ട്, ഞാൻ അടിക്കും. പക്ഷെ മൊത്തം എനിക്ക് അടിക്കണം. ഈ രീതിയിലാണ്. കാരണം ഉം, കുപ്പി മേടിക്കുന്ന വല്ലവനാണ്, മേടിച്ചോണ്ട് വരുന്ന അതിന്റെ ഗ്ലാസ് മേടിക്കുന്നവരോ ഉം, ബാക്കിയുള്ളവരായിരിക്കും. പക്ഷെ കൂടുതൽ ഞാൻ അടിക്കും എന്ന് പറയുന്ന ഒരു മലയാളിയുടെ മനോഭാവമാണത്. കാരണം ഉം, 1991 MP രാഘവൻ തുറമുഖത്തിന്റെ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തും ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. അന്നും ഉം, ഇത് കരാർ എന്ന് പറയുന്നത് 30 വർഷത്തേക്ക് ഉം, ആരാണോ ഈ പോർട്ട് ഏറ്റെടുക്കാൻ വരുന്നത് അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഉം, 30 വർഷത്തേക്ക്. 30 വർഷത്തിന് ഉം, ശേഷം ആ സംസ്ഥാനത്തിന്റെ പരിധിയിലേക്ക് വരും. അതിന്റെ ലാഭവിഹിതം കിട്ടും. ഉം, അതിനുശേഷം VS ഉം, അച്യുതാനന്ദൻ, അതിനുശേഷം നയനാർ വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ നയനാറിന്റെ സർക്കാരാണ് ശരിക്കും കേരളത്തിൽ ഈ വിഴിഞ്ഞത്തെ കുറിച്ച് ഒന്നും ചെയ്യാതിരുന്നത്. അതിനുശേഷം വീണ്ടും AK ഉം, ആന്റണി കുറച്ചു കാലം വന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നു. അതിനുശേഷമാണ് ഉം, വീണ്ടും ഇതൊരു ഗ്ലോബൽ ടെൻഡറിംഗിലേക്ക് പോകുന്നതും മറ്റു പല ഉം, കമ്പനികളും താല്പര്യം കാണിക്കുന്നതും ഒക്കെ. അപ്പൊ ആ രീതിയിൽ എല്ലാ കാലത്തും ഉണ്ടാക്കിയ കരാറുകൾ എന്ന് പറയുന്നത് 30 വർഷത്തേക്ക് ആരാണോ നടത്തിപ്പ് കൊണ്ടുവരുന്നത് അവർക്കാണ് ഇതിന്റെ ലാഭവിഹിതം. അതിനുശേഷം സംസ്ഥാനങ്ങൾക്ക്. ഉം. കാരണം പണം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അദാനിക്ക് അത് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം, നരേന്ദ്രമോദി അല്ലേ? നരേന്ദ്രമോദി അല്ല, കേരള ഉം, സംസ്ഥാനമാണ് ഇതിന് എഴുതി കൊടുത്തത്. കാരണം 2001 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ കരാർ പ്രകാരം ഉം, ഒരു ചൈനീസ് കൺസോർഷ്യത്തിലായിരുന്നു ഈ പ്രോജക്ട് കിട്ടിയിരുന്നത്. ഉം, ഇന്ത്യയിലുള്ള ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പേരിന് മാത്രം സൂം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇന്ത്യയുടെ ഭാഗമായിട്ടും, അതിന്റെ കൂട്ടത്തിൽ കൈതി ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയും, പിന്നെ ഒരു ചൈനീസ് ഹാർബർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കൺസൾട്ടൻസി, ഇവർക്ക് 3 പേർ കൂടെ ചേർന്നിട്ടാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രോജക്ട് 2004 കാലഘട്ടത്തിൽ കയ്യിലുള്ളത്, ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയം ഏകദേശം പദ്ധതി ഒക്കെ അവാർഡ് ആയതാണ്, പ്രോജക്ട് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാണ്. പക്ഷെ ആ സമയത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ഫണ്ട് കൊടുക്കില്ല. ഇത് പൂർണ്ണമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലുള്ള പോർട്ടാണ്. ഇതൊരു മേജർ പോർട്ടായിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് പരിഗണിച്ചിരുന്നില്ല മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത്. അപ്പൊ ആ സമയത്താണ് AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ കൺസോർഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചൈനീസ് കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി അതേ ടൈമിൽ തന്നെ പാകിസ്ഥാനിൽ ഒരു പോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സുരക്ഷാ കാരണങ്ങളാൽ അതേ കമ്പനിക്ക് തന്നെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ ആ പോർട്ട് കൊടുക്കുന്നത് സുരക്ഷാപരമായ കാര്യങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് വലിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ആ കൺസോർഷ്യത്തിന് കൊടുത്ത കരാർ റദ്ദാക്കുകയാണ് ചെയ്തത്. ശരിക്കും അന്ന് പല ഈ ആൾക്കാർക്കുമുള്ള കൺസോർഷ്യത്തിന് തുറന്നു. ആ അപ്പൊ അന്ന് ഈ കൺസോർഷ്യത്തിന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രകാശ് കാരാട്ടും, അന്ന് UPA സർക്കാരിന്റെ പങ്കാളിയാണ്, ഭരണത്തിൽ പങ്കാളിയാണ് CPM. അപ്പോൾ ചൈനീസ് കൺസോർഷ്യം ഉൾപ്പെടുന്ന ഈ കമ്പനിക്ക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും സമരം ചെയ്യുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്ത ആളാണ് പ്രകാശ് കാരാട്ടും, സീതാറാം ഉം, യെച്ചൂരിയും CPM-ന്റെ ആൾക്കാരും ഒക്കെ തന്നെ.
അതേസമയം തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ എന്താ പറയുക അവിടെയുള്ള ജനങ്ങളുടെ അസോസിയേഷനൊക്കെ രൂപീകരിച്ച് എന്താ പറയുന്നത് നമ്മുടെ നിരാഹാരം ഇരിക്കുക, പ്രധാനമന്ത്രിക്ക് കത്തയക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തീർച്ചയായിട്ടും വലിയൊരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അതായത് കോൺഗ്രസിന്റെ സർക്കാർ പോലും ചൈനീസ് താല്പര്യമുള്ള ഈ കമ്പനികൾക്ക് ഇത് കൊടുക്കണ്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് രാജ്യത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും മനസ്സിലാക്കണം. നമ്മൾ മോദി സർക്കാരല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, മൻമോഹൻ സിംഗ് രണ്ടാമതൊരു സർക്കാരാണ് കാര്യം തീരുമാനം. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ കേരളം ഇതിൽ എത്രയാണ് കൊടുത്തത്, കേന്ദ്രം ഇതിൽ എത്രയാണ് കൊടുത്തത്, അദാനിയിൽ എത്രയാണ് ഷെയർ ഇട്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സത്യം പറഞ്ഞ ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴേ നമ്മൾ ഏത് കമ്പനിയാണോ ഇത് ആർക്കാണോ ഇത് പരിചയസമ്പന്നമായിട്ടുള്ള ഒരു കമ്പനിക്കല്ലേ ഇത് പോർട്ട് ഏറ്റെടുത്ത് നിർമ്മിച്ച് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കമ്പനി വരുമ്പോൾ നമ്മൾ അന്ന് മുതലേ തീരുമാനിക്കുന്ന ഈ PPP മോഡലാണ്. സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലാണ് ഈ പോർട്ട് എന്ന് പറയുന്നത്. പോർട്ടിന്റെ ആ ഒരു കൺസോർഷ്യം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയാണ്. അപ്പൊ ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് അവർ സ്വകാര്യ പങ്കാളിത്തോടെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ നടത്തുന്നു. അതിന്റെ വിഹിതം മാത്രമേ കേരളത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേരളം അത്രയും ഇൻവെസ്റ്റ്മെന്റ് തനിയെ കണ്ടെത്തണം. ഇത് നടത്തിപ്പിനുള്ള പരിചയസമ്പന്നമായിട്ടുള്ള ഒരു കമ്പനിയെ കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയൊക്കെ ആ രീതിയിൽ അച്യുതാനന്ദൻ സമീപിച്ചതാണ്. പൊതുജനത പങ്കാളിത്തോടു കൂടി സർക്കാർ തന്നെ നേരിട്ട് നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആദ്യത്തെ ഈ ചൈനീസ് ഈ പ്രശ്നം പോയതിനു ശേഷം ചൈനീസ് ഈ കേന്ദ്ര ഗവൺമെന്റ് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചിട്ട് ഈ ചൈനീസ് കൺസോർഷ്യത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ഇത് റീടെൻഡർ ചെയ്തു. അച്യുതാനന്ദ സർക്കാർ വന്നതിന് ശേഷം ഇത് റീടെൻഡർ ചെയ്തു. റീടെൻഡർ ചെയ്തപ്പോൾ റീടെൻഡറിങ്ങിനകത്തും ഈ കമ്പനിയുടെ പങ്കെടുത്തു. ഈ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി, ഈ ചൈനീസ് ബിനാമിയുടെ കീഴിൽ വന്ന ആ കമ്പനി അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ ചൈനീസ് കൊളാബറേഷൻ മാറ്റിയിട്ട് UK ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് ഇതുമായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ട് അവർ പങ്കെടുത്തു. പക്ഷെ ആ സമയത്ത് VS സർക്കാരിന്റെ കാലത്ത് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് കൊടുത്തത് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പേര് ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ഈ പ്രോജക്റ്റ് കിട്ടുന്നത്. അപ്പൊ അതിനെതിരെ ഈ സൂം ഡെവലപ്പേഴ്സ് ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി ആദ്യം ഈ കേസ് തള്ളി. പക്ഷെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇവരുടെ ഈ സൂം ഡെവലപ്പേഴ്സിനെ കൂടി പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നു. അതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതി പോയിട്ടും ഈ സൂം ഡെവലപ്പേഴ്സിന് അനുകൂലമായിട്ടാണ് വിധി വരുന്നത്. കാരണം അവരുടെ എന്തുകൊണ്ട് അവരെ പരിഗണിച്ചില്ല, അതുകൊണ്ട് അവർക്കും, കാരണം അവരിപ്പം ചൈനീസ് കൊളാബറേഷൻ ഇല്ലല്ലോ, അപ്പൊ അവരും ഇതിനകത്ത് പങ്കെടുത്തവരാണ്. അവരുടെ എന്തൊക്കെ ക്രൈറ്റീരിയ പ്രകാരമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക, അതുകൊണ്ട് അവരെയും കൂടെ കേൾക്കണം. 15 ദിവസം അവർക്ക് കൂടെ സമയം കൊടുക്കും. അങ്ങനെ അവരുടെ കൊട്ടേഷൻ വീണ്ടും കേരള സർക്കാർ മേടിക്കുന്നു. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് VS സർക്കാർ തന്നെ ഈ പറയുന്ന സൂം ഡെവലപ്പേഴ്സിനെ പുറത്താക്കിയിട്ട് ഈ ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഈ ലാൻഗോ കൊണ്ടപ്പള്ളി ഫിനാൻഷ്യലി ക്രൈസിസ് വന്നിട്ട് പൊളിയുന്നു. അങ്ങനെ അവർക്ക് നടത്താൻ പറ്റാതെ വരുന്നു. അപ്പൊ ആ സമയത്ത് VS അച്യുതാനന്ദൻ തീരുമാനം. അപ്പൊ അന്നേരം അല്ല ഈ പറഞ്ഞ 30 വർഷത്തെ കരാർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ല അദാനിക്ക് മാത്രം ഉണ്ടായ കരാറൊന്നുമല്ല. അപ്പൊ അതിനുശേഷം അച്യുതാനന്ദൻ സർക്കാരിലുള്ള തീരുമാനിക്കുന്നു, നമുക്ക് SBT ലോൺ എടുത്ത് നമുക്ക് തന്നെ അങ്ങ് മടിയാം. അപ്പൊ SBT അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നു. SBT പോയിട്ട് 2500 കോടി രൂപ ലോൺ എടുക്കുന്നു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ നമ്മളിത് ഏൽപ്പിക്കുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഉട്ടോപ്യ സോഷ്യലിസം പോലെ പൊതുജന പങ്കാളിത്തമാണല്ലോ. ഇവർക്ക് ഈ സ്വകാര്യ വ്യക്തികളാണല്ലോ ഇഷ്ടമല്ലാത്തത്. പക്ഷെ ചൈനയെ കണക്ട് ചെയ്യാനുള്ള സ്വകാര്യ കമ്പനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്ക് വീണ്ടും ഈ പറഞ്ഞ പൊതു പങ്കാളിത്തം നിങ്ങളെ വന്നിട്ട് ഈ രീതിയിലുള്ള ചർച്ചകളെ കൊണ്ടുപോകും. അതൊക്കെ ഈ 2011 ഇലക്ഷൻ സമയത്ത് വെറുതെ ഇങ്ങനെ ഒരു വിഴുപ്പലക്കാൻ വേണ്ടി മാത്രം, ജനങ്ങളെ ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം VS അച്യുതാനന്ദന്റെ സർക്കാർ താഴെ പോയി. വീണ്ടും ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. വീണ്ടും ഈ കൊണ്ടപ്പള്ളി ലാൻഗോയ്ക്ക് പറ്റിയില്ലല്ലോ. അത് കാരണം വീണ്ടും റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു. വീണ്ടും റീടെൻഡർ ചെയ്തിട്ട് വിൽസ്പൺ എന്ന് പറയുന്ന കമ്പനിയും അദാനി അതിനകത്ത് പാർട്ടാണ്. 2012 വീണ്ടും ടെൻഡർ ചെയ്യുന്നു. അങ്ങനെ വിൽസ്പൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇത് കിട്ടിയതിന് ശേഷം പ്രോജക്റ്റ് അവർക്ക് ഏകദേശം അവാർഡായി. അവർ ചെയ്യാൻ തീരുമാനിച്ച സമയത്താണ് ഞാൻ ഈ ഫണ്ടിന്റെ കാര്യമാണ് പറയാൻ വരുന്നത്. അപ്പം ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 480 കോടി രൂപ ഇവർക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ വിൽസ്പൺ എന്ന് പറയുന്ന കമ്പനി ആവശ്യപ്പെട്ടു. ഈ പണം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, 5000 കോടി ഷെയർ ഇട്ട ആ മറ്റേ വെള്ളമടിക്കാൻ വന്ന ടീമുണ്ടല്ലോ, അതാണ് കേരളം. ഇവരുടെ കയ്യിൽ കാശൊന്നുമില്ല. നമ്മൾ പറഞ്ഞത് അതായത് 1973 കോടി രൂപയുടെ ലാൻഡ് നമ്മൾ ഏറ്റെടുത്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടോ, അതാണ് ഇവർ പറയുന്ന ഒരു ഷെയർ. പിന്നെ പറയുന്ന ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ഈ വിഴിഞ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കടൽഭിത്തി നിർമ്മാണത്തിന്, പുലിമുട്ട് നിർമ്മാണം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു 1673 കോടി. പിന്നെ അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ പണം എല്ലാം കേരളം കൊടുക്കേണ്ടതാണ്.
കൊടുത്തിട്ടില്ല. ഉം. ലാൻഡ് അതും കൊടുത്തിട്ടില്ല. ലാൻഡ് ഏറ്റെടുക്കാൻ വേണ്ടി ഇല്ല. ഈ അദാനിക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അദാനി ഈ പറഞ്ഞ പുലിമുട്ട് നിർമ്മിച്ചതിന്റെയും ഫിഷിംഗ് ഹാർബർ നിർമ്മിച്ചതിന്റെ ഒക്കെ ബില്ല് കൊടുക്കുന്നുണ്ട്. സാറേ ഇത് നിങ്ങളുടെ സാധനം നമ്മൾ ചെയ്തു തന്നെയാണ്. പക്ഷെ അത് നമുക്ക് നീ 2035 നമുക്ക് തിരിച്ചു തരുമല്ലോ, അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ആ. പറഞ്ഞിട്ട് മറ്റേ വായു കെട്ടി കൂട്ടുന്ന പരിപാടിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ പണമൊന്നും ഓ കൊടുക്കുന്നില്ല. അത് ശരി. ഉം. അഥവാ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഹഡ്കോയിന്ന് 500 കോടി രൂപ ലോൺ എടുത്തു. ഹഡ്കോയിന്ന് ഉം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. നമ്മൾ ഈ ബജറ്റിനകത്ത് ഈ കഴിഞ്ഞ 10-30 വർഷത്തെ കണക്ക് പോയി കഴിഞ്ഞാൽ കേരള ബജറ്റിൽ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മാക്സിമം 300 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കണം. ഇപ്പൊ കേരളത്തിന്റെ ബജറ്റിൽ നിന്ന് ചെലവാക്കുന്ന പണമാണല്ലോ കേരളത്തിന്റെ പണം എന്ന് പറയാൻ പറ്റുന്നത്. ഒരു 300 കോടി രൂപയാണ് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു 200 കോടിയും VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് ഒരു 100 കോടി സംതിങ്. ബാക്കിയെല്ലാം തള്ളു മാത്രമാണ്. ഈ പറഞ്ഞ ലാൻഡ് നമ്മുടെ ആണല്ലോ, ലാൻഡ് നമ്മുടെയാണ്, അതുകൊണ്ട് പോർട്ട് നമ്മുടെയാണ്. അല്ല പോർട്ട് അദാനിയുടെ ശരി. അപ്പൊ സ്വന്തമല്ല. അതൊക്കെ ആ തള്ളൊക്കെ ഇപ്പൊ പൊളിഞ്ഞു. പറയൂ. അപ്പൊ ഇവര് പറഞ്ഞു വരുന്ന വെച്ചാൽ ഇപ്പം ഈ UPA സർക്കാരിന്റെ കാലത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഉണ്ടല്ലോ, VGF ഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് കാരണമാണ് നമ്മുടെ വിൽസ്പൺ എന്ന് പറയുന്ന കമ്പനിക്ക് പിന്മാറേണ്ടി വന്നത്. ആദ്യം ഈ പ്രോജക്റ്റ് തുടങ്ങാനുള്ള ഒരു 480 കോടി രൂപ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ പണം ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുന്നു. അതിനുശേഷം വീണ്ടും റീടെൻഡർ ചെയ്യുന്നു. അദാനി മാത്രമായിട്ട് പങ്കെടുക്കും. അദാനി മാത്രമായിട്ട് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൊ ഈ ആദ്യം ഒരു ഇനിഷ്യൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഒരു കമ്പനി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപ്പോഴത്തേക്ക് കേന്ദ്രത്തിൽ ഭരണം മാറുന്നു, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. നരേന്ദ്രമോദി എടുത്ത് ഇന്ന് പറയുന്നു ഇതുപോലെ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. അപ്പൊ അത് കാരണം കേന്ദ്ര ഗവൺമെന്റ് 820 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായിട്ട് കൊടുക്കാൻ തീരുമാനിക്കും. ഇനിഷ്യലി അതിന് കൊടുക്കുകയാണ്. ഇത് പിന്നീട് തിരിച്ചു പിടിക്കും കേന്ദ്രം. കേന്ദ്രം ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊന്നുമല്ല, പിന്നീട് കേന്ദ്രത്തിലേക്ക് തിരിച്ചു പോകും. പക്ഷെ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു 820 കോടി രൂപ കേന്ദ്രം കൊടുക്കാമെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയി. പിന്നെ അദാനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ കബോട്ടാഷ് നിയമത്തിൽ ഒരു ഇളവ് വേണം എന്നൊരു താല്പര്യമുണ്ടായിരുന്നു. കബോട്ടാഷ് നിയമം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യത്തെ ഗതാഗതം നടത്താൻ പറ്റില്ലെന്നുണ്ട്. അത് കപ്പലാണെങ്കിലും വിമാനമാണെങ്കിലും വേറൊരു രാജ്യത്ത് പോയിട്ട് നമുക്ക് ആഭ്യന്തര സർവീസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ദുബായിൽ പോയിട്ട് ദുബായിലെ 2 ഫ്ലൈറ്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ നമ്മുടെ വേറൊരു രാജ്യത്തെ കപ്പൽ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇപ്പം വിഴിഞ്ഞത്തുനിന്ന് മുംബൈയിലേക്കോ വേറൊരു പോർട്ടിലേക്കോ അങ്ങനെ യാത്ര ചെയ്യുന്നതിന് പറ്റത്തില്ല. ആഭ്യന്തര യാത്ര ചെയ്യാൻ വിദേശ കപ്പലിന് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു നിയമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കബോട്ടാഷ് നിയമം. അപ്പൊ അതിൽ ഇളവ് വരുത്തിയാലേ അദാനിക്കും വിഴിഞ്ഞത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കേന്ദ്രത്തിൽ പോയി കണ്ടു. ഗഡ്കരിയും മോദിയൊക്കെ അതിൽ ചെറിയ ഇളവുകൾ വരുത്താമെന്ന് പറഞ്ഞു. കാരണം പ്രത്യേക പെർമിഷനോട് കൂടി വിദേശത്തെ കപ്പലുകൾക്കും വിഴിഞ്ഞത്തുനിന്ന് ഇന്ത്യയിലുള്ള മറ്റു പോർട്ടുകളിലേക്ക് യാത്ര ചെയ്യാം. എന്നാൽ മാത്രമേ ഇത് ഫീസിബിൾ ആവുകയുള്ളൂ. കാരണം ഇവിടെ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചരക്ക് നീക്കത്തിനകത്ത് പോർട്ടുകൾ തമ്മിൽ കണക്ഷൻ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് അദാനി ഇതിലേക്ക് വരുന്നത്. അപ്പൊ അദാനി ഇതിലേക്ക് വന്നു. അദാനി ഏറ്റത് 2019 മുമ്പ് ഈ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള ഈ പുലിമുട്ട് നിർമ്മാണത്തിനുള്ള പണം, ഫിഷിംഗ് ഹാർബറിനുള്ള പണം എല്ലാം സംസ്ഥാനം കൊടുക്കണം. അതുകൂടാതെ ലാൻഡ് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് വേണ്ട വൈദ്യുതി, ജലം, റോഡ്, റെയിൽ കണക്ടിവിറ്റി ഇതെല്ലാം സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് ഇതിനിടയ്ക്ക് ഇവർ തീരുമാനിച്ചു, അച്യുതാനന്ദ സർക്കാർ തീരുമാനിച്ചു വിഴിഞ്ഞം പോർട്ട് എപ്പോഴെങ്കിലും വരട്ടെ, അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, പക്ഷെ വരുന്നതിന് മുമ്പ് നമുക്ക് റോഡ് റെയിൽ ചെയ്ത് തീർക്കാം എന്ന് പണ്ടേ തീരുമാനിച്ചാണ്. ഇതുവരെയും ഇപ്പം അദാനി പോർട്ട് തുടങ്ങി, ചാലുമായി, കപ്പൽ വന്നു കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഈ റോഡും റെയിൽ കണക്ടിവിറ്റിയും, റോഡ് കണക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ടാവും, റെയിൽ കണക്ടിവിറ്റി ഉണ്ടായതായിട്ട് എനിക്കറിയാം. അല്ലല്ല, ഈ റെയിൽ കണക്ടിവിറ്റി നെയ്യാറ്റിൻകരയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ഉണ്ടാക്കണം എന്നത് 2007 തീരുമാനിച്ചാണ്. അത് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ റെയിൽ കണക്ടിവിറ്റി ഉണ്ടായി, ആലപ്പുഴ സിഡ്നി ആയി വികസിച്ചു, വലിയ സംഭവങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്. നമ്മുടെ തോമസൊക്കെ പറഞ്ഞ പോലെ ആലപ്പുഴ പുള്ളി സിഡ്നി ആക്കി, നമ്മുടെ തിരുവനന്തപുരം ബാഴ്സലോണയായി. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇവർ പറയുന്ന ഈ 5000 കോടിക്കകത്ത് ഉള്ള സാധനമാണ് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് റെയിൽ കണക്ടിവിറ്റി. സംസ്ഥാനത്തിന്റെ ഈ 5000 കോടിക്കകത്തുള്ള എന്റെ ചേട്ടാ, നിങ്ങൾ പറയുന്ന വെച്ച് കേട്ട് കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒരു 10 പൈസ കൊടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ പറയുമ്പോൾ 5000 കോടിക്ക് മേലെ എന്നാണ് അവര് പറയുന്നത്. അതായത് VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് 100 ഏക്കർ സ്ഥലമാണ് ആകെ ഏറ്റെടുത്തത്. LDF സർക്കാർ ആകെ ഏറ്റെടുത്തത്.
ഉമ്മൻചാണ്ടി വന്നതിന് ഉം, ശേഷമാണ് ബാക്കി കൂടെ ഒരു 90% സ്ഥലം ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത്. സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം ഉം, കൊടുത്തൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടായിരിക്കും. അതെല്ലാം ലോണാണ്. ഉം, ഹഡ്കോയിൽ നിന്ന് 500 കോടി ലോൺ, SBT നിന്ന് 300 കോടി ലോൺ. ഞാൻ പറഞ്ഞില്ലേ, ബജറ്റിൽ നീക്കി ഉം, വെച്ചിരിക്കുന്നത് 200-300 കോടി രൂപ മാത്രമാണ്. പക്ഷേ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ചു കാലം സമരമൊക്കെ ചെയ്തെങ്കിലും പിന്നീട് സമരം ചെയ്യാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇതിനെല്ലാം കറക്റ്റായിട്ട് അദാനിയെ പോലൊരു ബിസിനസ്സുകാരനാകുമ്പോൾ കൃത്യമായിട്ട് വീതം കിട്ടും. ആ വീതം വാങ്ങി ഉം, മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ചെയ്തത്. പിന്നെ അദാനിക്ക് ആവശ്യമായിരുന്നു, കാരണം 2019 മുമ്പ് ഈ പ്രോജക്റ്റ് തീർന്നില്ലെങ്കിൽ ഈ കരാറ് പ്രകാരം ഉം. സംസ്ഥാന ഗവൺമെന്റിന് ഫൈൻ കൊടുക്കണമായിരുന്നു അദാനി. പക്ഷെ പ്രളയത്തിന്റെ പേരിലും കോവിഡിന്റെ പേരിലും 2-3 വർഷം തള്ളി നീക്കി. ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞത്ത് ഒരു സമരം ഉണ്ടായതിന്റെ ഗുണം അദാനിക്കാണ് കിട്ടിയത്. ആ സമരം പോലും, ഈ ഉം. സമരം കാരണം പ്രോജക്റ്റ് ഡിലേ ആവാനുള്ള കാരണത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിക്കും ഈ പെനാൽറ്റിന്ന്, സംസ്ഥാന സർക്കാരിന്റെ പെനാൽറ്റിന്ന് അദാനിക്ക് ഒഴിവാക്കാൻ പറ്റി. ആ ഇളവുകൾ കൊടുത്തത് ഈ ബോർഷായ അദാനിയെ കുറ്റം പറയുന്ന അതേ പിണറായി സർക്കാർ തന്നെയാണ്. അപ്പൊ ഇവര് തമ്മിൽ അന്തർധാര, നമ്മളിപ്പോ പ്രതിക്രിയാവാദികളും ബൂർഷാസികളും പുറമേ അകൽച്ചയിലാണെങ്കിലും ഉം. അവരുടെ തമ്മിലുള്ള അന്തർധാര അവരുടെ സജീവമാണെന്ന് അന്തർധാര പറയുന്ന പോലെ. സജീവമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അപ്പോ ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഇത് നിർത്താം. അതായത് ഈ വിഴിഞ്ഞം വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞാൻ മനസ്സിലാക്കുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എക്സംപ്ലറിക് ആയിട്ടുള്ള സാധ്യതകളാണ് വിഴിഞ്ഞം പോർട്ടിനുള്ളത്. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ കൊളംബോ പോർട്ട് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കൊളംബോ പോർട്ടിന് എക്സ്പീരിയൻസ് ഉണ്ട്, കണക്ടിവിറ്റി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. സിംഗപ്പൂർ പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോർട്ട് ഇൻ ദ വേൾഡ് ആണ്. പോരാത്തതിന് അഡ്വാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് സിംഗപ്പൂർ പോർട്ടിനുള്ളത്. പിന്നെ നമുക്ക് ആൻഡമാൻ നിക്കോബാർ പോർട്ടിന്റെ ആ സാഹചര്യം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ നേവൽ ബേസ് ഒക്കെ അങ്ങോട്ടേക്ക് നമുക്ക് മാറ്റാമെന്ന് പറയുന്നു. ഈ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആവുന്നത് ഈ വിഴിഞ്ഞം പോർട്ട് ചാലഞ്ചിങ് ആവുന്നത് കൊളംബോ പോർട്ടിനാണോ അതെ സിംഗപ്പൂർ പോർട്ടിനാണോ? വിഴിഞ്ഞം ഒരു മദർ പോർട്ട് കൂടെയാണ് നമുക്കറിയാം. വിഴിഞ്ഞത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് പോർട്ടുകളായിട്ട് മാറാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. പോരാത്തതിന് മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള പോർട്ടാണ് വിഴിഞ്ഞത്തുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് വലിയ രീതിയിൽ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്തായിരിക്കും വിഴിഞ്ഞം പോർട്ടിന്റെ ഭാവി? എന്ത് മാറ്റങ്ങളായിരിക്കും ഇത് രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത്? പിന്നെ തിരുവനന്തപുരത്താണല്ലോ വിഴിഞ്ഞം പോർട്ട് ഉള്ളത്. തിരുവനന്തപുരത്ത് എന്ത് മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? അതായത് വിഴിഞ്ഞം പോർട്ട് ശരിക്കും പറഞ്ഞാല് നമ്മുടെ കേരളത്തിന്റെ അല്ല, രാജ്യത്തിന്റെ തന്നെ തലവരെ മാറ്റാൻ പോകുന്ന ഒരു വലിയ സംവിധാനം തന്നെയാണ്. അതായത് കൃത്യമായിട്ട് അത് നടക്കുകയാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അദാനിയെ പോലൊരു വലിയ ഇൻവെസ്റ്റർ ഇത്രയും പണം മുടക്കി ഒരു ബിസിനസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗുണത്തിനും കൂടിയിട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നിന്നാൽ മാത്രമേ, അതായത് ഇപ്പം അദാനി പോർട്ട് തുടങ്ങി, ഇത്രയും പണം മുടക്കി പോർട്ട് തുടങ്ങിയിട്ട് നാളെ മുതൽ ഞങ്ങളുടെ വീതം എടുക്കട എന്ന് പറഞ്ഞിട്ട് അദാനിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഞാൻ പറയാം, അത് ഉം, മനസ്സിലാക്കാനുള്ള ഒരു വിവേകം മലയാളിക്കും മലയാളിയുടെ ഈ മലയാളി ഭരിക്കുന്നവർക്കും ഉണ്ടാകണം. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറ് പ്രകാരം തന്നെ ആദ്യത്തെ 30 വർഷത്തിനുള്ളിൽ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും പൂർത്തിയാക്കിയാൽ മതി. എന്തിന്? അദാനിക്ക് 60 വർഷത്തേക്ക് ഈ അഗ്രിമെന്റ് നീട്ടിക്കിട്ടാൻ. പക്ഷെ ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞത് ഉം, 2028 സെക്കൻഡ് ഫേസും തേർഡ് ഫേസും പൂർത്തിയാക്കണം എന്നാണ്. അതായത് ഇത്രയും ഉം, പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പോർട്ട് തുടങ്ങി 4 വർഷത്തിനുള്ളിൽ വീണ്ടും 12,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും പൂർത്തിയാക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. അപ്പം ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിന്റെ വരുമാനം കിട്ടി തുടങ്ങിയാൽ മാത്രമല്ലേ അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ, ഒരു സമയം നമ്മൾ അവർക്ക് കൊടുക്കണ്ടേ? വെറുതെ എന്തെങ്കിലും വിളിച്ചു ഉം. പറഞ്ഞിട്ട് 2028 ആകുമ്പോഴത്തേക്ക് വീണ്ടും പക്ഷേ 12,000 വേറൊരു ഈ കാര്യമുണ്ട്. ഈ 30 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കിയാൽ മതി എന്നാണ് കരാറിൽ പറയുന്നതെങ്കിലും ഈ 30 വർഷത്തിൽ അത് പൂർത്തിയാകുമ്പോൾ പിണറായി വിജയന്റെ കാലം കഴിയുമല്ലോ. അപ്പൊ അദ്ദേഹം അപ്പൊ അതുകൊണ്ട് ഇത് 2028 ഇത് കിട്ടത്തില്ലല്ലോ. പൂർത്തിയാക്കണമെന്ന് പറയുന്നതിൽ ന്യായമുണ്ടല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതാ പറഞ്ഞത്, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ താല്പര്യം ഹനിക്കപ്പെടുകയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് വേറൊരു താല്പര്യം ഉം, പറയുന്നുണ്ട്. അതായത് അദാനി തനിച്ച് 12,000 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ഫേസിൽ തേർഡ് ഫേസിൽ. കേരളം പറയുന്നത് ഉം, 2028 ആകുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് ഫേസും തേർഡ് ഫേസിനും പൂർത്തിയാക്കണം. അതിന് കേരളം കൂടെ സഹായിക്കും. എങ്ങനെ? 5,000 കോടി രൂപ വിഴിഞ്ഞം പാക്കേജിന് വേണ്ടി നമ്മൾ കേന്ദ്രത്തിന് കത്തെഴുതും. മനസ്സിലായില്ലേ? ഉം, വിഴിഞ്ഞം പാക്കേജിന് സംസ്ഥാനത്തിന്റെ ഫണ്ടായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കേന്ദ്രത്തിന് കത്തെഴുതി നമ്മൾ 5,000 കോടി വാങ്ങിച്ചിട്ട് അദാനിക്ക് കൊടുത്തിട്ട് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും നേരത്തെ പൂർത്തിയാക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞത്, ഉം, ഞാൻ പറഞ്ഞ വിഴിഞ്ഞത്തിന്റെ സാധ്യത നമുക്ക് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഒരു ചരക്ക് നീക്കം നടക്കുന്ന റൂട്ടാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഉം, ഉം. ശ്രീലങ്കയ്ക്കും ഈ വിഴിഞ്ഞ ഭാഗത്തുള്ള ആ അതെ. റൂട്ട് എന്ന് പറയുന്നത്. ആ റൂട്ടിലാണ് സിംഗപ്പൂർ ഉം, പോർട്ട്, മലേഷ്യൻ പോർട്ട്, ശ്രീലങ്ക പോർട്ട് എല്ലാം ഉള്ളത്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ആഴമേറിയ 22 മീറ്ററോളം സ്വാഭാവിക ആഴമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം. ഇപ്പൊ അതുകൊണ്ടാണ് വിഴിഞ്ഞം ഉം, 1990-കളിൽ തന്നെ പൂർത്തിയായിരുന്നെങ്കിൽ ഇന്ത്യയും കേരളവും എന്നേ ഡെവലപ്പ് ആയേനെ എന്ന് പറയുന്നത്. പക്ഷെ
ആ സമയത്ത് സിംഗപ്പൂരും മറ്റു രാജ്യങ്ങളൊക്കെ അവരുടെ പോർട്ടുകൾ കൃത്യമായിട്ട് രാഷ്ട്രീയം നോക്കാതെ വളർത്തിയെടുത്തത് കൊണ്ട് അവർ വളർന്നു. പക്ഷെ നമുക്കിപ്പോഴും വളരാൻ സാധ്യതയുണ്ട്. ഇത് തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ട് വളരും എന്നുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന് ഇൻവെസ്റ്റർ അദാനി ആയതുകൊണ്ട് തന്നെയാണ്. കാരണം അദാനിക്ക് ഇതിനകത്ത് വലിയ താല്പര്യങ്ങളുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ അദാനിക്ക് വലിയൊരു കൽക്കരിപ്പാടമുണ്ട്. അദാനി വാങ്ങിയ ഒരു കൽക്കരിപ്പാടുണ്ട്. അപ്പൊ ആ ഓസ്ട്രേലിയയിൽ നിന്ന് ഈ കൽക്കരി മുഴുവൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പവർ ജനറേറ്റ് ചെയ്ത് അതാണല്ലോ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൽക്കരിപ്പാടങ്ങളുണ്ട്, സ്വന്തമായിട്ട് ഷിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും ബോംബെയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എല്ലാ പോർട്ടുകളും അയാൾ ഇത് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അയാളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഈ കൽക്കരി എത്തിക്കാനും അതിന് അദ്ദേഹത്തിന് ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടും അദ്ദേഹത്തിന് ആവശ്യമാണ്. ഓസ്ട്രേലിയയും ആ ഭൂപടം നോക്കിയാൽ മനസ്സിലാവും ഓസ്ട്രേലിയയും വിഴിഞ്ഞവും തമ്മിലുള്ള സാധ്യത എന്താണെന്ന് നമുക്ക് ആ ഭൂപടം നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം അദാനിയുടെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ട്രിവാൻഡ്രം എയർപോർട്ടും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു ലോജിസ്റ്റിക്സ് ഡെവലപ്മെന്റ്, അതുപോലെ ക്രൂയിസ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടൊരു രീതി വരുമ്പോൾ ഒരു ടൂറിസം ഡെവലപ്മെന്റ്. ഇതിനകത്ത് വേറൊരു സാധ്യതയും കൂടെ പറഞ്ഞത് ധനുഷ് ശ്രദ്ധിച്ചോ അറിയില്ല. ഈ മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം ജൂൺ 18 കൊല്ലം പോർട്ടിന് ഇമിഗ്രേഷൻ ക്ലിയറൻസിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതായത് വിദേശത്തുള്ള ഒരാൾക്ക് വരാനും പോകാനും എൻട്രി എക്സിറ്റിനുള്ള അനുവാദം കൊല്ലം പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഴിഞ്ഞം പോർട്ട് ഫിഷിംഗ് ഹാർബറും ചരക്ക് നീക്കത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ ക്രൂയിസ് ടെർമിനലുള്ള സാധ്യത വിഴിഞ്ഞത്ത് കുറവാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ സാധ്യത ഒരുപക്ഷെ കൊല്ലത്തേക്ക് നീട്ടിക്കൊണ്ട് കൊല്ലത്തേക്ക് ടൂറിസം ഡെവലപ്മെന്റ് ഉള്ള സാധ്യത ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ജന്മസ്ഥലം കൂടിയാണ് കൊല്ലം. അപ്പൊ ആ രീതിയിലേക്ക് കൊല്ലത്തെയും കൂടെ വിഴിഞ്ഞമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ ഡെവലപ്മെന്റ് സാധ്യത കേരളത്തിനുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നുള്ളതാണ് സത്യം. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ചൈന തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ പോർട്ട് നിർമ്മാണത്തിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ചൈന തന്നെയാണ്. അപ്പം വിഴിഞ്ഞത്തെ അടിക്കുന്ന രീതിയിൽ ഇതേ 22 മീറ്റർ ആഴമുള്ള ഒരു പോർട്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നിർമ്മാണത്തിൽ തുടങ്ങുന്നുണ്ട്. 75,000 കോടി രൂപ മുടക്കി മഹാരാഷ്ട്ര നിർമ്മിക്കാൻ പോകുന്ന ഒരു പോർട്ട്, വാധവൻ പോർട്ട്. അതിനും സ്വാഭാവിക ആഴം 22 മീറ്റർ ഉണ്ട്. പക്ഷെ ഈ ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ള ഈ റൂട്ടിലെ മദർ പോർട്ട് എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. അതുകൊണ്ട് തന്നെ ആ റൂട്ടിലൂടെ നടക്കുന്ന ആകെയുള്ള ബിസിനസിന്റെ 50% വിഴിഞ്ഞത്തേക്ക് വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു മദർ പോർട്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇന്ത്യക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞ ഒരു വർഷം 15,000 കോടി രൂപയാണ്. അതായത് ഇന്ത്യയിലേക്ക് വരേണ്ട ചരക്കും ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ചരക്കിനും നമുക്കൊരു മദർ പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ട്രാൻസ്ഷിപ്മെന്റ് ഉപയോഗിച്ച് മറ്റു പോർട്ടുകളിൽ നിന്ന് കയറ്റി അയക്കുന്നതുകൊണ്ടുള്ള നഷ്ടം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ നഷ്ടം എന്ന് പറയുന്നത് 15,000 കോടിയാണ്. അപ്പൊ ആ നഷ്ടം നികത്താനും പറ്റും. മറ്റു രാജ്യങ്ങളുടെ ഷിപ്മെന്റ് കൂടെ നമ്മളിലേക്ക് വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരുമാനം കൂടും. അതുകൊണ്ട് വരുമാനം കൂടുമ്പോൾ അതിന്റെ വിഹിതമായിട്ട് ഇനി 5 വർഷം ഓൾറെഡി അതായത് ഡിലേ ആയതുകൊണ്ട് 10 വർഷം കഴിഞ്ഞാൽ തന്നെ ആകെയുള്ള വരുമാനത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ 1% കേരളത്തിന് കിട്ടും. രണ്ടാമത്തെ വർഷം 2%, മൂന്നാമത്തെ വർഷം 3%, അങ്ങനെ 25% വരെ കിട്ടുന്ന ഒരു അവസ്ഥ വരും. അതുകൂടാതെ ഈ കയറ്റി ഇറക്കുമതി ചരക്കുകളുടെ എല്ലാത്തിന്റെയും GST, പിന്നെ ഈ പോർട്ട് ഇവിടെ വരുന്നത് കാരണം ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്, അങ്ങനെ ഒരുപാട് വരുമാനം, പരോക്ഷ വരുമാനം കേരളത്തിന് കിട്ടും. പക്ഷെ അന്നേരം അദാനി അതിനനുസരിച്ച് വളരും. അപ്പൊ അദാനി അദാനി വളർന്നതെന്ന് പറഞ്ഞിട്ട് അദാനിയെ ചീത്ത വിളിക്കാൻ പോകാതെ അതിനോടൊപ്പം നിന്ന് കേരളവും വളരാൻ ശ്രമിച്ചാൽ കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കേരളത്തിന് കൊള്ളാം, ഇല്ലെങ്കിൽ കേരളത്തിനിട്ട് കൊള്ളും എന്ന് മാത്രമേ പറയാനുള്ളൂ. വരുമാനം വരുമ്പോൾ അടി ഉടങ്ങാതിരുന്നാൽ ഏറ്റവും നന്നായി എന്നാണ് ആ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. എന്ത് കഴിഞ്ഞാൽ എന്നാലും വിഴിഞ്ഞം വന്നു, ഇനി 2028 കൂടി ഉടനെ അടുത്ത ഫേസ് തുടങ്ങണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. കേൾക്കുമോ ഇല്ലയോ എന്ന് വേണം അറിയാം. തീർക്കണം. അത് പിണറായി വിജയൻ കേൾക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ കേന്ദ്രത്തിന് ഈ പോർട്ടില് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഒരു സമരം ഉണ്ടായി വിഴിഞ്ഞം പോർട്ടിന്റെ അടുത്ത്. ആ സമരം വലിയ രീതിയിൽ ഉണ്ടായ സമരത്തിന് ആ സമരം വലിയ രീതിയിൽ ആളിക്കത്തി തുടങ്ങിയപ്പോ തന്നെ ഒരു കോള് വന്നു പിണറായി വിജയന്. അമിത്ഷാ ആയിരുന്നു വിളിച്ചത്. അമിത്ഷാ പറഞ്ഞു 3 ദിവസം സമയം തരും. 3 ദിവസത്തിനകം ഈ സമരം നിന്നില്ലെങ്കിൽ 4ാമത്തെ ദിവസം നമ്മുടെ പയ്യന്മാർ ഇറങ്ങും. 2 ദിവസത്തെ ഈ സമരം നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അദാനിക്ക് വലിയ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ നാടിനെ മുടിപ്പിക്കാൻ കേന്ദ്രം അങ്ങനെയെങ്കിലും കേന്ദ്രം സമ്മതിക്കില്ല എന്നുള്ളൊരു ധൈര്യം ഇവിടെയുള്ള ആൾക്കാർക്കുണ്ട് എന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.